ഹലോ, എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യലായിട്ട് വന്നത് ട്രിവാൻഡ്രം സ്പെഷ്യലായിട്ടുള്ള മുട്ട അവിയലാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീനോ മുട്ടയോ ചിക്കനോ ഇല്ലെങ്കിൽ നമുക്കൊക്കെ ഫുഡ് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ പിന്നെ മുട്ട കൊണ്ടൊരു സ്പെഷ്യലാക്കുക ഇന്ന്. അപ്പോൾ ഇത് നമ്മുടെ മുട്ട അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിന് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണല്ലോ. അപ്പോൾ 3 മുട്ടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മുട്ട വേവിക്കാനായിട്ട് വെച്ചാലോ. ഇപ്പോഴും നമ്മുടെ മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പൊട്ടറ്റോയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ ഞാൻ അവിടെ പൊട്ടറ്റോയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ പിന്നെ പകുതി മതിയെന്ന് വിചാരിച്ചു. പിന്നെ മുരിങ്ങയ്ക്കയുടെ നാരെല്ലാം കളഞ്ഞ് എല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ അവിയലിനൊക്കെ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മളിങ്ങനെ നല്ല നീളത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അങ്ങനത്തെ നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മുരിങ്ങയ്ക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഇതുപോലെ നീളത്തിൽ കുറുക്കെ മുറിച്ച് വേണം കേട്ടോ ഇടാനായിട്ട്. അങ്ങനെ നമ്മുടെ മുട്ട അവിയലിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോയും എല്ലാം കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ സാദാ ജീരകവും കുറച്ച് മുളക് പൊടിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയെല്ലാം കറക്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ മുരിങ്ങക്കായും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് കൂടിപ്പോണ്ട. നമ്മുടെ ഈ പൊട്ടറ്റോയും മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അരപ്പിൽ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരുപാട് മുളക് പൊടി ഇപ്പോൾ തട്ടി കൊടുക്കണ്ട. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താലോ. ഒരുപാട് മഷി പോലെ അരയേണ്ട കേട്ടോ. അപ്പോൾ നമ്മളൊരു സാധാരണ നോർമൽ ഒരു അവിയലിൻ്റെ രീതിയിൽ ഈ ഒരു രീതിയിൽ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒന്ന് വറ്റാനായിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടെ വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങും നമ്മുടെ മുരിങ്ങയ്ക്കയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. പക്ഷേ വെള്ളം കുറച്ച് വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്കിതിലെ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇതാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും കൊണ്ടിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പൊട്ടറ്റോയും മുരിങ്ങയ്ക്ക എല്ലാം കൂടെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഉടഞ്ഞു പോകുന്നത് അത്ര ഒരു സുഖമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ഒരു ചെറിയൊരു സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അരപ്പൊക്കെ നമ്മൾ ഇളക്കി റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. നമ്മുടെ അരപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മളിത് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട വെന്ത് റെഡി, അതിൻ്റെ തോലൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ് ഞാൻ എടുത്തത്. ഒരു മുട്ട അപ്പോഴത്തേക്കും മോമെന്ന് എടുത്തുകൊണ്ട് പോയി. പിന്നെ നമ്മൾ ആ 2 മുട്ട ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പെല്ലാം ഒന്ന് ഉരുളക്കിഴങ്ങിലൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേക്കും തന്നെ മുട്ടയുടെ മഞ്ഞയൊക്കെ കുറച്ച് പൊട്ടിപ്പോയിട്ടോ. എന്നാലും സാരമൊന്നുമില്ല. ചില ആ മുട്ടയുടെ മഞ്ഞയും ഈ അരപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും പതുക്കെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ച് പൊടിഞ്ഞൊക്കെ പോവും, അത് വലിയ പ്രശ്നമില്ല കേട്ടോ. എന്നാലും മാക്സിമം ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും പൊട്ടാത്ത രീതിയിൽ അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഈ മുട്ട അവിയൽ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കരുത്. താങ്ക്